5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അച്ഛാ, ശരിക്കും അമ്മയുടെ മുഖത്തൊരു അടി കിട്ടിയതുപോലെ ആയില്ലേ? വിധിയെ തടുക്കാൻ മനുഷ്യരെ കൊണ്ടാവില്ലെന്ന് ഇനിയെങ്കിലും പത്നി ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എവിടെ ബാ. ഏതായാലും പൂജയുടെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് പത്മ. അതെല്ലാം നന്ദിനി ചെയ്തതാ ചേച്ചി. ആഹാ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി കുടുംബത്തിലുള്ളത് ഒരു ഐശ്വര്യമാണ്. നീ ഭാഗ്യവതിയാ പത്മേ. മമ്മി, ഇപ്പൊ മതിയായില്ലേ മമ്മിക്ക്? ഇത്രയും പേരുടെ മുൻപില് മമ്മി തല കുനിച്ച് നാണം കെട്ടി നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ ഈ പൂജ നടത്തണ്ടെന്ന്. ഉമയമ്മാദേവി ചീഫ് ഗസ്റ്റ്, അതിനേക്കാൾ വലിയ ഗസ്റ്റായി ഇപ്പൊ അവള്. കഷ്ടം തന്നെ ആന്റി. മോളെ, അമ്മയ്ക്ക് ഒരു കിണ്ടി ഒരു നിലവിളക്കും കൂടി കിട്ടിയാ കൊള്ളാമായിരുന്നു. ഞാൻ എടുത്തിട്ട് വരാമേ. വിഷമിക്കല്ലേ പത്മ. മനുഷ്യര് തമ്മിൽ ചില തർക്കങ്ങളും വൈരാഗ്യങ്ങളും അതൊക്കെ സ്വാഭാവികമാ. അതിനെയൊക്കെ മറികടക്കുക എന്ന് പറയുന്നതാ വിജയം. ഈശ്വര, നന്ദിനി, മോളെ, നിന്നെ ഇവിടെ കാണാതായാല് ഞങ്ങൾ പരിഭ്രമിക്കുമെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ആരോടും പറയാതെ പോയത്? സർ, ഇതവിടെ കൊടുക്കണം. പൂജയ്ക്ക് വേണ്ടതാ. അത് കൊടുത്തോളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഉത്തരം പറ. ഇപ്പൊ ഉമയമ്മാദേവി നിന്നെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു വരില്ലായിരുന്നു, അല്ലേ? എന്ത് പറ്റി മോളെ നിനക്ക്? ഇന്നലെ ഈ പൂജയുടെ കാര്യങ്ങൾ മുഴുവൻ ഉത്തരവാദിത്തോടെ നിന്നെ ഏൽപ്പിച്ചത് ഞാനല്ലേ? എന്റെ കൂടെ നിന്ന് അതെല്ലാം തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ട് പൂജയുടെ സമയമായപ്പോ നീ ഇവിടെ ഇല്ല. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? സർ, ഇപ്പൊ പൂജയുടെ തിരക്കല്ലേ? എല്ലാവരും കൂടി നിൽക്കുന്നതിന്റെ ഇടയില് ഇത് നിന്റെ ഒഴിഞ്ഞു മാറ്റമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും പൂജ കഴിഞ്ഞോട്ടെ. കാര്യം എന്താണെന്ന് എനിക്കറിയണം. സർ, പൂജ അവസാനിക്കുന്നവരെ സൂര്യ സാറിനോട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം. സാറ് പറഞ്ഞാലേ സൂര്യ സാർ കേൾക്കൂ. അതവൻ എന്നോട് സമ്മതിച്ചതാണ്. അതിനിടയില് അവന് സംസാരിക്കാനൊരു കാരണം ഉണ്ടാക്കിയത് നീയാണല്ലോ. എന്റെ കാര്യം വിടൂ സർ. ഒരുപാട് അതിഥികളൊക്കെ വന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. സർ, എനിക്കിത് അവിടെ കൊടുക്കണം. ശരി, ചെല്ല്. മമ്മി, തിരുമേനി വന്നിറങ്ങുമ്പോ മമ്മി തിരുമേനിയോട് ഒരു കാര്യം പറയണം. എന്താ? പൂജ നടന്നോട്ടെ, എല്ലാ ചടങ്ങുകളും നടന്നോട്ടെ. പക്ഷെ പൂജാ മണ്ഡപത്തിന്റെ മുൻപിൽ വെച്ച് താലി കെട്ടുന്നൊരു ചടങ്ങുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറയണം.
അല്ലെങ്കിൽ മമ്മിയും ഞാനും നിൽക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് സൂര്യ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കേണ്ടി വരും മമ്മിക്ക്. നീ പറഞ്ഞ ശരിയാ. ഉമയമ്മ ദേവിയെ പൂജയ്ക്ക് ക്ഷണിച്ചത് വലിയൊരു തെറ്റായിപ്പോയി. അവരിപ്പോ ആ വേലക്കാരിയെ തലയിലെടുത്ത് വെച്ച് പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക. നമസ്കാരം. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് തിരുമേനിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് തിരുമേനി വരണം തിരുമേനി. ആ, കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതൊന്നുമില്ല. വരൂ. ആ, ഈ ഡാഡി ഇതപ്പോഴേക്കും പൊട്ടി വീണല്ലോ. നമസ്കാരം. നമസ്കാരം. ഉമയമ്മാദേവി സുഖമല്ലേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല, തിരുമേനിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറേ നാളായല്ലോ. ഇന്ന് ഒരുപാട് സ്ഥലത്ത് ഓടിയെത്താനുണ്ട്. വേണ്ടപ്പെട്ട പലയിടത്തും സുഹാസിനി പൂജ നടക്കുകയല്ലേ. സത്യത്തിൽ ഉമയമ്മാദേവി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉമയമ്മാദേവിയുടെ നേതൃത്വത്തിൽ പൂജ നടത്തിക്കോളാൻ ഞാൻ പറയുമായിരുന്നു. അതാണോ അതിന്റെ ഒരു രീതി? എല്ലാത്തിനും തിരുമേനി ഉള്ളതല്ലേ അതിന്റെ ഒരു പൂർണ്ണത. എങ്കിൽ പൂജ ആരംഭിക്കാം. ആ, അങ്ങനെ ആട്ടെ. സുമംഗലികൾക്ക് ചാർത്താനുള്ള താലി ഇങ്ങെടുക്കുക. സത്യത്തിൽ ഇതൊരു വിവാഹ ചടങ്ങിന് തുല്യമാണ്. എല്ലാവരിൽ നിന്നും താലിക്ക് അനുഗ്രഹം വാങ്ങിച്ചോളൂ. മോളെ, മോളെ വേഗമാട്ടെ, വാങ്ങിക്കേ.